കൺഫെഷൻ റൂമിലേക്ക് എത്തിയ സിബിന്റെ ഒരു സംശയം എന്ന് പറയുന്നത് ബിഗ് ബോസ് തന്നെ കണ്ടന്റിന് വേണ്ടി ഉപയോഗിക്കുകയാണോ എന്നുള്ളതാണ്. അവിടെ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ നല്ലൊരു ഗെയിമറാണ്, സിബിൻ ഇങ്ങനെ പറയരുത്, നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റിനെ കാണണോ, സംസാരിക്കണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സിബിൻ അവിടെ തിരിച്ചു പറയുന്ന ഒരു വാചകമുണ്ട്, എനിക്ക് സൈക്കോളജിസ്റ്റിനെ കാണണ്ട, എനിക്ക് ആരുമായിട്ടും സംസാരിക്കാൻ താല്പര്യമില്ല, എനിക്ക് നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് പോലും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു, എനിക്കങ്ങനെ തോന്നുന്നതിൽ തെറ്റ് പറയാൻ സാധിക്കില്ലല്ലോ എന്ന് ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അവർ തമ്മിലുള്ള സംസാരം കാണിക്കുന്നില്ല. അതിലവിടെ സിബിനെയും കുറ്റം പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. നമുക്കറിയാം മുൻ സീസണുകളിലും എന്തിനേറെ പറയുന്നു, ഈ സീസണുകളാണെങ്കിൽ പോലും അവർ കണ്ടന്റിന് വേണ്ടി ബിഗ് ബോസ് ഇപ്പൊ കൺഫെഷൻ റൂമിൽ വന്ന് അവർ കാണിക്കുന്നതും ചെയ്യുന്നതും പറയുന്നതും എല്ലാം വീഡിയോ ആയി പുറത്തേക്ക് വിടുന്നതാണ്. ഇപ്പൊ ഈ സീസണിൽ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്, റോക്കിയുടെ വിഷയം എടുത്തു കഴിഞ്ഞാൽ റോക്കി അവിടെ വന്ന് കാണിച്ച് കരഞ്ഞു കൂട്ടിയതും ചെയ്തു കൂട്ടിയതുമായ കാര്യങ്ങൾ ഒന്നും കളയാതെ അപ്പാടെ കണ്ടന്റിന് വേണ്ടി ബിഗ് ബോസ് അവിടെ എടുത്ത് കാണിച്ചിരുന്നു. അതുപോലെ നമുക്കറിയാം മുൻ സീസണുകളിലായാലും ഓരോരുത്തർ തകർന്നിരിക്കുന്ന മാനസികാവസ്ഥയിൽ അവരവിടെ വന്ന് എണ്ണിപ്പിറക്കുന്ന സമയത്ത് അതെല്ലാം കണ്ടന്റിന് വേണ്ടി ബിഗ് ബോസ് അവിടെ പ്ലേ ചെയ്യുമായിരുന്നു. ഇപ്പോൾ സിബിൻ അവിടെ വന്നിരുന്ന് സംസാരിക്കുന്ന സമയത്തും അത് കണ്ടന്റിന് വേണ്ടി ബിഗ് ബോസ് പുറത്തേക്ക് ആ ഒരു ലെവലിൽ വിടുമെന്ന് സിബിൻ ചിന്തിക്കുന്നതിൽ നമുക്ക് തെറ്റി പറയാനായിട്ട് സാധിക്കില്ല. സിബിനാണ് ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഈ ഒരാഴ്ചയായിട്ട് കണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത്. ആ സമയത്ത് മാനസികമായി തകർന്നിരിക്കുന്ന സിബിനെ വെച്ചുകൊണ്ടും ബിഗ് ബോസ് ഗെയിം കളിക്കുമോ എന്ന് സിബിൻ അവിടെ സംശയിക്കുന്നു. എനിക്ക് സിബിന്റെ ഈ ഒരു ഇത് കണ്ട സമയത്ത് എനിക്ക് സീസൺ 3 മണിക്കുട്ടനെയാണ് ഓർമ്മ വന്നത്. മണിക്കുട്ടൻ ഇതുപോലെ തകർന്ന അവസ്ഥയിൽ ബിഗ് ബോസിന്റെ അടുത്ത് ചെന്ന് കെഞ്ചി കരയുന്നുണ്ടായിരുന്നു, എനിക്ക് തുടരാൻ താല്പര്യമില്ല, എനിക്ക് പുറത്ത് പോയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 3 ദിവസം അവിടെ നിന്ന് മാറ്റി നിർത്തിയിരുന്നു മണിക്കുട്ടനെ. എനിക്ക് തോന്നുന്നു സിബിനെ അതുപോലെ ഒന്ന് മാറ്റി നിർത്താനായിട്ട് ബിഗ് ബോസ് തീരുമാനിക്കുമോ എന്നൊരു സംശയം. എന്താ വെച്ചാൽ സിബിൻ ഇനി ഒട്ടും തുടരാൻ താല്പര്യമില്ല എന്നാണ് സിബിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിബിൻ ഇനി ഇവിടെ നിന്നാലും ഗെയിം കളിക്കില്ല, ഒരു മൂലയ്ക്ക് ഇരിക്കുള്ളൂ എന്നാണ് സിബിൻ പറയുന്നത്. അങ്ങനെയുള്ള ഒരു ലെവലില് മാനസികാവസ്ഥ ഒന്ന് സിബിനെ മാറുന്നത് വരെ 2 ദിവസത്തേക്ക് സിബിൻ അവിടെ നിന്ന് മാറ്റി നിർത്തി സിബിനെ ഓക്കെ ആക്കി തിരിച്ചു കൊണ്ടുവരാൻ ബിഗ് ബോസ് ശ്രമിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.